ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞങ്ങൾ നാട്ടിലേക്ക് പോവാണ്. ഒത്തിരി മാസങ്ങൾക്ക് ശേഷമാണ് ഞങ്ങൾ നാട്ടിലേക്ക് പോകുന്നത്. അറൗണ്ട് 7 months ആയി വീട്ടിലേക്ക് പോയിട്ട്. സോ അതുകൊണ്ട് തന്നെ ഭയങ്കര എക്സൈറ്റഡ് ആണ് ഞങ്ങൾ. അപ്പോൾ എനിക്ക് കുറച്ച് ഡ്രസ്സ് പാക്കിംഗ് ഒക്കെ ചെയ്യാനുണ്ട്. ചേട്ടൻ എന്നോട് പറഞ്ഞിട്ടാണ് പോയത്, പെട്ടെന്ന് തന്നെ എല്ലാം പാക്ക് ചെയ്ത് വെക്ക്. സോ നമുക്ക് ട്രെയിൻ ഉള്ളത് 11 മണിക്കാണ്. മെജസ്റ്റിക്കിൽ നിന്നാണ് നമ്മൾ പോകേണ്ടത്. ഇവിടുന്ന് നമ്മൾ 1 മണിക്കൂർ മുമ്പേ ഇറങ്ങണം. നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ ബാംഗ്ലൂർ ട്രാഫിക് എങ്ങനെ ഉണ്ടാവുമെന്ന്. അതുകൊണ്ട് തന്നെ ഞാൻ പെട്ടെന്ന് തന്നെ ഇപ്പോൾ ഡ്രസ്സൊക്കെ പാക്ക് ചെയ്ത് റെഡി ആയിട്ട് ഇരിക്കണം. അപ്പോൾ ഞാൻ ഹൈബ്രോ ഷേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഒത്തിരി മാസങ്ങൾക്ക് ശേഷമാണ് ഞാനിപ്പോൾ ഹൈബ്രോ ഷേപ്പ് ചെയ്യാൻ പോകുന്നത്. അറൗണ്ട് 3 months ആയിട്ടോ. അങ്ങനെ ഞാൻ ഹൈബ്രോ ഷേപ്പ് ചെയ്തു അവിടുന്ന്. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ അവിടുന്ന് ഇറങ്ങി കഴിഞ്ഞ് ഇപ്പോൾ ഞാൻ BSNL സിം എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പോവുകയാണ്. ഓൾമോസ്റ്റ് ഇവിടെ റീച്ച് ആയിട്ടുണ്ട്. 3 minutes നടക്കാനുള്ള ദൂരേ ഉള്ളൂ. എനിക്ക് അറിയത്തില്ല എവിടെ ഇത് ഒന്ന് ലൊക്കേഷൻ ഇട്ടിട്ടാണ് ഞാൻ പോകുന്നത്. ഇവിടെ വരെ ഞാൻ ഓട്ടോയ്ക്കാണ് വന്നത്. ഓട്ടോക്കാരനാണെങ്കിൽ 100 rupees മേടിച്ചു. ഒരു 2.5 kilometers ഉള്ളൂ. പക്ഷേ ആൾ 100 rupees ആണ് മേടിച്ചത്. കുഴപ്പമില്ല, കൊടുത്തു. സോ ആൾ എക്സാക്റ്റ് ലൊക്കേഷനിലല്ല എന്നെ ഇവിടെ നിർത്തിപ്പിച്ചത്. ആക്ച്വലി 3 minutes കൂടെ നടക്കാനുണ്ട് എനിക്ക്. ഞാൻ ഗൂഗിൾ മാപ്പ് ഇട്ടിട്ടാണ് പോകേണ്ടത്. നമ്മുടെ നാട്ടിൽ BSNL സിം മാത്രം വർക്കാവുള്ളൂ, വേറെ ഒരു നെറ്റ്വർക്ക് അവിടെ ഇല്ല. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ BSNL സിം എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഓഫീസിലേക്ക് വന്നതാണ്. എന്തെങ്കിലും എമർജൻസി വന്നാൽ പിന്നെ സിം ആവശ്യമാണല്ലോ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ എടുക്കാൻ പോകുന്നത്. ഓൾമോസ്റ്റ് ഇവിടെ റീച്ച് ആയിട്ടുണ്ട്. എവിടെയെന്ന് അറിയത്തില്ല, നോക്കാം. BSNL ഓഫീസ് ഇവിടെ എത്തിയിട്ടുണ്ട്. ഞാൻ അകത്ത് കയറണം. ആക്ച്വലി ആൾ പറഞ്ഞു, ഇവിടെ വന്നിട്ട് ആൾ പറഞ്ഞു ഇപ്പോൾ ബിൽഡിംഗ് ഷിഫ്റ്റ് ആയിട്ടുണ്ട്, ഇങ്ങോട്ടായിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇത് ഈ ബിൽഡിംഗ് ആണ്. അപ്പോൾ ഇങ്ങോട്ട് പിന്നെ വന്നു. അവിടെ ആരും ഇല്ലായിരുന്നു കേട്ടോ. വലിയ ബിൽഡിംഗ്, പേടിയാവും അകത്ത് കയറുമ്പോൾ തന്നെ. പുറകിലാന്ന് പറഞ്ഞ ഡോറ്. കിട്ടി ഗൈസ്. ഞാനിപ്പോൾ സിമ്മ് മേടിച്ചുകൊണ്ട് പോവാണ്. അവർ പറഞ്ഞ് 5 hours കഴിഞ്ഞിട്ടാണ് സിം ആക്ടിവേറ്റ് ആവുന്നതെന്ന്. അങ്ങനെ ഞാനിപ്പോൾ പോവാം. എങ്ങനെ പോകുന്നതെന്ന് അറിയത്തില്ല. വന്നപ്പോൾ ഓട്ടോയ്ക്കാണ് വന്നത്. ഇനി പോകുമ്പോൾ നോക്കണം, അവിടെ വല്ല ഓട്ടോകൾ ഉണ്ടെങ്കിൽ നോക്കണം. ഇതിലെ കൂടെ ഒന്നും ബസ്സുകൾ ഒത്തിരി വരില്ല. ഞാൻ ഓട്ടോയ്ക്ക് വന്നല്ലോ. ആട്ടോ ആണെങ്കിൽ വരുമ്പോൾ എൻ്റെ അടുത്ത് 100 rupees ആണ് ആൾ മേടിച്ചത്. ഞാൻ ബുക്ക് ചെയ്തല്ല വന്നത്. അവിടെ ഉണ്ടായിരുന്ന ഒരു ഓട്ടോനെ വിളിച്ചുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. പക്ഷേ ഇപ്പം ഞാൻ പോകുമ്പോൾ എന്തായെന്ന് വെച്ചാൽ, ഞാൻ ഊബറാണ് ഇപ്പോൾ ബുക്ക് ചെയ്തത്. അറൗണ്ട് 25 rupees ഉള്ളൂ അതിന്. സാധാരണ ഇവിടെ 2.5 kilometers ഉള്ളൂ വീട്ടിലേക്ക്. അത് 25 rupees ഉള്ളൂ ഊബറിൽ. പക്ഷേ സാധാരണ ഒരു ഓട്ടോ ആണെങ്കിൽ 100 rupees ആൾ എൻ്റെ അടുത്ത് മേടിച്ചത്. അറിയത്തില്ല. ഞാനിപ്പോൾ ഊബറിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ് ഇവിടെ. ഞാനിപ്പോൾ ബസ് സ്റ്റോപ്പിലാണ്. സോ ഞങ്ങൾ ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. ഒത്തിരി ലഗേജ് ഉണ്ട് കേട്ടോ. ബസ് വന്നിട്ടില്ല. ഇവിടുന്ന് മെജസ്റ്റിക് പോകണം ഗൈസ്. ഞങ്ങളിപ്പോൾ മെജസ്റ്റിക് എത്തി. റെയിൽവേ സ്റ്റേഷൻ്റെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഒത്തിരി ലഗേജ് ഇല്ലെന്ന് ഞാൻ പറഞ്ഞതാണ്. എന്നാലും നമ്മൾ പാക്ക് ചെയ്ത് വന്നപ്പോൾ തന്നെ ഒരു രീതിയിൽ ലഗേജസ് ഉണ്ടായിരുന്നു കേട്ടോ. എൻ്റെ കയ്യിലും ചേട്ടയുടെ കയ്യിലും നിറയെ ലഗേജ്. അതുകൊണ്ട് തന്നെ എനിക്ക് വ്ലോഗ് ചെയ്യാൻ പറ്റില്ല ബസ്സിലാണെങ്കിലും.
എത്തിയിട്ടുണ്ട് റെയിൽവേ സ്റ്റേഷനിൽ. ഞങ്ങളുടെ പ്ലാറ്റ്ഫോം നോക്കണം. അങ്ങനെ ഒത്തിരി ലഗേജ് ഉണ്ട് കേട്ടോ. ഇത് ചേട്ടായി ചേട്ടയ്ക്ക് ആകെ പറയാനുള്ളത് ഹായ് ഗായ്സ് എന്ന്, അത് മാത്രമേ ഉള്ളൂ. ബാക്കിയൊന്നും ചേട്ടൻ സംസാരിക്കില്ല. ഇവിടെ ആൾക്കാർ കണ്ടോ, എല്ലാവരും ഇങ്ങനെ ഒത്തിരി ലോങ് റൂട്ട് പോകുന്ന ആൾക്കാരൊക്കെ ഇവിടെ താമസിക്കും. ഇവിടെ കുറച്ച് സേഫായിട്ട് ഇരിക്കണം, ഇല്ലെങ്കിലുണ്ടല്ലോ നമ്മുടെ ഫോണോ നമ്മുടെ ബാഗോ സൂക്ഷിച്ചില്ലെങ്കിൽ ആ സെക്കൻഡിൽ പോവും. ഇതെൻ്റെ സൈഡ് ബാഗാണ്. പിന്നെ ഒരു ലാപ്ടോപ്പ് ബാഗ് ഇവിടെ ഉണ്ട്. പിന്നെ ഒരു ലഗേജ്, പിന്നെ എൻ്റെ കഴുതയിലിടാൻ വേണ്ടി പില്ലോ മാതിരി, പിന്നെ ഈ ക്രിസ്മസ് ട്രീ ഇവിടെ. ചേട്ടയുടെ പുറകിൽ ഒരു ബാഗുണ്ട്. പിന്നെ ലഗേജ് ഉണ്ട് ഗൈസ്. ഞങ്ങളുടെ പ്ലാറ്റ്ഫോം നമ്പർ ഇതുവരെ വന്നിട്ടില്ല. ഓൺലി പ്ലാറ്റ്ഫോം സമയമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഞാനിവിടെ മാസ്ക് എവിടെ പോയി എന്നറിയില്ല. രാത്രി വിശന്നാലും ഒരു വാട്ടർ ബോട്ടിൽ മേടിക്കാം. ഇപ്പൊ ഞങ്ങൾ ട്രെയിനിൽ ഇരിക്കുകയാണ്. നടുവരും ഭയങ്കര വിഷമായിരുന്നു. കയറുന്ന രീതിയാണ്. ഇപ്പം നമ്മൾ വന്നിവിടെ TT വന്നിട്ടുണ്ട് ചെക്കിങ്ങിന് വേണ്ടിയിട്ട്. ഞങ്ങൾ അങ്ങനെ ട്രെയിൻ ഇറങ്ങി ഇപ്പോൾ ബസ് സ്റ്റോപ്പിലേക്ക് നടക്കുവാണ്. ഇപ്പോൾ എന്തെന്ന് വെച്ചാൽ ഇവിടുന്ന് ബസ് സ്റ്റോപ്പിലേക്ക് ഒത്തിരി ദൂരമൊന്നുമില്ല, 1 മിനിറ്റ് നടക്കാനുള്ള ഡിസ്റ്റൻസേ ഉള്ളൂ. നല്ല ടയേർഡായി. നല്ല രീതിയിൽ ഞാൻ അങ്ങനെ ഉറങ്ങിയിട്ടില്ല. എന്തെന്ന് വെച്ചാൽ ലഗേജൊക്കെ ഉണ്ടായിരുന്നല്ലോ, നമ്മുടെ സേഫ്റ്റി നമ്മൾ നോക്കണം. രാവിലെ അപ്പം മുട്ടക്കറിയാണ്. ഹലോ ഗായ്സ്, ഞാൻ ഇന്ന് എൻ്റെ മമ്മി പപ്പയുടെ വീട്ടിൽ പോവാണ്. സോ നമ്മുടെ വീട്ടിലേക്ക് പോവാണ്. അങ്ങനെ ഞാൻ പപ്പ മമ്മിയുടെ അടുത്ത് പോയിട്ട് വന്ന് അവിടെ കൂടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞ് പിന്നെ വൈകുന്നേരം ആയപ്പോൾ തന്നെ ഞാൻ വീടെത്തി കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് ക്ലീനിങ് ഒക്കെ ഉണ്ടായിരുന്നു. ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് കുറച്ച് ഡെക്കറേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. എന്തെന്ന് വെച്ചാൽ വൈകുന്നേരം കരോളിന് വരുന്നുണ്ട് നമ്മുടെ വീട്ടിലേക്ക്. ഉണ്ണീശ്വരനെ നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. അതിൻ്റെ തിരക്കിലായിരുന്നു. ഇന്ന് കരോളിന് വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ വീട്ടിൽ. അപ്പോൾ ഉണ്ണീശ്വരനെ കൊണ്ടുവന്നു. ഉണ്ണീശ്വരനെ നമ്മുടെ വീട്ടിലേക്ക് ഇങ്ങനെ സ്വീകരിച്ച് പ്രാർത്ഥന കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പ്രാർത്ഥിച്ചിട്ട് പിന്നെ എല്ലാവരും കാപ്പിയൊക്കെ കുടിച്ച്, കാപ്പിയും പിന്നെ കേക്കൊക്കെ നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തത്. സോ എല്ലാവരും കാപ്പി കുടിച്ചിട്ട് പിന്നെ കുറച്ച് കരോൾ പാട്ടൊക്കെ പാടിയായിരുന്നു.
ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം.